ഹലോ കൂട്ടുകാരെ, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജൂലൈ 28 അൽഫോൻസ പുണ്യവതിയെ എല്ലാവരും സ്നേഹത്തോടെ ഓർമ്മിക്കുന്ന ദിവസം. ഈ വിശുദ്ധയെ എല്ലാവർക്കും അറിയാം. സഹനദാസി എന്നാണ് ഈ വിശുദ്ധ അറിയപ്പെടുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി അനവധി സഹനങ്ങൾ ഈ വിശുദ്ധ ഏറ്റുവാങ്ങി സ്വന്തം ജീവിതം ദൈവത്തിന് സമർപ്പിച്ചു. പെൺമക്കളുള്ള ഓരോ അമ്മമാരും ഈ വിശുദ്ധയോട് മാധ്യസ്ഥം യാചിക്കണം. മക്കൾ വിശുദ്ധിയിൽ ജീവിക്കാനും സഹനശക്തി ലഭിക്കാനും ഈ വിശുദ്ധയോട് പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഈ വിശുദ്ധയുടെ മാധ്യസ്ഥം തേടി എല്ലാ പ്രതിസന്ധികളിലും പ്രാർത്ഥിക്കാൻ. ഒരു പ്രാവശ്യമെങ്കിലും കുഞ്ഞുങ്ങളെയെല്ലാം ഭരണങ്ങാനത്ത് കൊണ്ടുപോയി കബറിടത്തിൽ പ്രാർത്ഥിപ്പിക്കണം. മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം രോഗം വരുമ്പോൾ വിശുദ്ധ അൽഫോൻസായോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കാൻ. എൻ്റെ ജീവിതത്തിൽ അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥതയിൽ അനവധി രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. സ്വന്തം ചേച്ചിയെപ്പോലെയാണ് ഞാൻ അൽഫോൻസാമ്മയെ കണ്ടിട്ടുള്ളത്. എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും തറവാട്ടിലെ മൂത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ചേച്ചിയില്ല. ആ സ്ഥാനത്ത് ഞാൻ കാണുന്നത് ഈ വിശുദ്ധയെയാണ്. ആ സ്നേഹം അൽഫോൻസാമ്മ എനിക്ക് ധാരാളം തന്നിട്ടുമുണ്ട്. അൽഫോൻസാമ്മയെ മാസം തികയുന്നതിനു മുൻപാണ് അമ്മ പ്രസവിച്ചത്. ഗർഭിണികളായിരിക്കുന്ന അമ്മമാർ ഗർഭകാലഘട്ടത്തിലെ എല്ലാ സഹനങ്ങളിലും വിശുദ്ധയോട് മാധ്യസ്ഥം യാചിക്കണം. അൽഫോൻസാമ്മയെ പ്രസവിച്ച് 3 മാസത്തിനുള്ളിൽ തന്നെ അമ്മ മരിച്ചു. അതുകൊണ്ട് തന്നെ അമ്മമാരില്ലാത്ത മക്കളുടെ വേദന വിശുദ്ധർക്ക് നന്നായി അറിയാം. ശൈശവത്തിൽ തന്നെ അമ്മമാർ നഷ്ടപ്പെട്ട മക്കൾ ഉണ്ടെങ്കിൽ അവരും വിശുദ്ധയോട് മാധ്യസ്ഥം യാചിക്കണം. അൽഫോൻസാമ്മ 1 വർഷം അധ്യാപികയായി സേവനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ അധ്യാപകരും അവരുടെ ബുദ്ധിമുട്ടുകളിൽ ഈ വിശുദ്ധയോട് മാധ്യസ്ഥം യാചിക്കണം. ഈശോ തൻ്റെ സഹനങ്ങൾ പങ്കുവച്ചു കൊടുത്തുകൊണ്ടാണ് അൽഫോൻസാമ്മയെ സ്നേഹിച്ചിരുന്നത്. ഈ സഹനങ്ങളെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് അൽഫോൻസാമ്മ ഈശോയുടെ മണവാട്ടിയായി. എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും വിശുദ്ധ സ്വീകരിച്ചത് വേദനയുടെയും ത്യാഗത്തിൻ്റെയും വഴികളാണ്. ഈശോ സ്നേഹിക്കുന്ന മക്കൾക്ക് മാത്രമേ സഹനങ്ങളും കുരിശുകളും നൽകൂ എന്ന് അൽഫോൻസാമ്മ വിശ്വസിച്ചു. ജീവിതത്തിൽ കുരിശുകളും സഹനങ്ങളും ഉണ്ടാകുമ്പോൾ അടിപതറാതെ യേശുവിനോട് ചേർന്ന് നിൽക്കണമെന്ന് അൽഫോൻസാമ്മ ലോകത്തെ പഠിപ്പിച്ചു. സ്വർഗത്തിൽ ഈശോയുടെ അടുത്തിരിക്കുന്ന അൽഫോൻസാമ്മയെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടിയും മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ.